നമുക്കിന്ന് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കരിക്കകം ശ്രീ എം രാമകൃഷ്ണൻ നായർ, മുൻ പ്രസിഡന്റ്. മുദ്രണം ആരതി ഓഫ്സെറ്റ് പുളിമാത്ത്. അപ്പോൾ നമുക്ക് കേൾക്കാം ഇങ്ങനെ. അന്നത്തെ കാലത്ത് നായർ സമുദായത്തിൽ 2 ശാഖകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മഠത്തിൽ വീടെന്നും രണ്ടാമത്തേത് നടുതല വീടെന്നും അറിയപ്പെട്ടിരുന്നു. അതിൽ മഠത്ത് വീട്ടിൽ കാരണവർ വാമനപുരം കാരേറ്റ് മഠം എന്ന അതിപുരാതനമായ ഇല്ലത്ത് ചെന്ന് ചേരുകയും അവിടുത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ആശ്രിതനായി കഴിയുകയും ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്നും ക്ഷേത്രപൂജകളും മറ്റും മനസ്സിലാക്കിയിരിക്കെ ഒരു നാൾ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറയുകയുണ്ടായി, എനിക്ക് വയസ്സായി. ഈ അവസ്ഥയിൽ ശരിയായ വിധത്തിൽ പൂജാതി കർമ്മങ്ങളിൽ ശ്രദ്ധിക്കാൻ ആവുന്നില്ല. ദേവിയെ പരിപാലിക്കുന്നതിൽ വീഴ്ച സംഭവിക്കാൻ പാടില്ല. ആയതിനാൽ ഞാൻ ഈ ദേവിയെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നന്നായി പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ ചെയ്ത് തുടർന്ന് വിധിപ്രകാരം പൂജകൾ ചെയ്യണം. ദേവിയെ ഒരു ചെറിയ ഡെപ്പിക്കകത്ത് ആവാഹിച്ച് കാരണവർ വശം കൊടുത്തുവിട്ടു. ഇത് കൊല്ലവർഷം 572 ആണ്ട് കുംഭമാസത്തിലായിരുന്നു. കാരണവർ അതിനെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായ വലിയ വീട്ടിൽ ഒരു മുറിയിൽ സൂക്ഷിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് കാരണവരുടെ സഹോദരി പുരയെല്ലാം അടിച്ചു വരുന്ന തിരക്കിൽ ഒരു പുതിയ വസ്തു ഇരിക്കുന്നത് കണ്ട് അത് എടുത്ത് തുറന്നു നോക്കുകയുണ്ടായി. തത്സമയം ആവാഹിച്ചു വച്ചിരുന്ന ദേവി സ്വതന്ത്രയാകുകയും സഹോദരിയെ നിഗ്രഹിച്ചിട്ട് പോകുകയും ചെയ്തു. സഹോദരൻ വന്ന് നോക്കിയപ്പോൾ സഹോദരി അകാരണമായി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ ജോത്സ്യനെ വരുത്തി പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് ദേവി വെളിയിൽ വന്നതും ഇവിടെ നിന്നും പോയെന്ന സത്യവും അറിയുന്നത്. വീണ്ടും 3 ദിവസത്തെ പൂജയും ആവാഹനവും നടത്തി ദേവിയെ തിരികെ കൊണ്ടുവന്ന് പച്ച പന്തൽ കെട്ടി കുടിയിരുത്തുകയുണ്ടായി. അത് 572 ആണ്ട് മീനമാസത്തെ മകം നാളിൽ ആയിരുന്നു. അതിനാലാണ് മീനമാസത്തെ മകം ദേവിയുടെ ജന്മനാളായി ആഘോഷിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അന്നത്തെ ആ വീട് ഇന്ന് ശ്രീകോവിലിൻ്റെ തൊട്ട് വടക്കുംപുറം ഗുരുവിൻ്റെയും മന്ത്രമൂർത്തിയുടെയും സ്ഥാനമാണ്. അന്ന് മരണപ്പെട്ട സഹോദരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഉത്സവത്തിന് മുമ്പായിട്ട് അരി നിരത്തൽ എന്ന ഒരു ചടങ്ങ് ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിൽ പ്രായം ചെന്ന സ്ത്രീകൾ ആരെങ്കിലും വ്രതമിരുന്ന് ഉത്സവത്തിന് തലേ ദിവസം വലിയ വീടെന്നറിയപ്പെടുന്ന സ്ഥലത്ത് വന്ന് നെല്ല് കൈകൊണ്ട് നുള്ളി പൊളിച്ച് പടുക്കയിട്ട് നമസ്കരിക്കുക. ആ ചടങ്ങാണ് അരിനിരത്തൽ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ശേഷമാണ് ഗുരുപൂജയും ഉത്സവവും തുടങ്ങുന്നത്. ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ക്ഷേത്രപൂജാരിയും അദ്ദേഹത്തിൻ്റെ പിടിയാളന്മാരും വ്രതശുദ്ധി സ്വീകരിക്കണം. ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ 24 മണിക്കൂർ പച്ചവെള്ളം പോലും ഇറക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ തന്നെയായിരുന്നു അക്കാലത്ത് നടന്നു വന്നിരുന്നത്. പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തിയതിന് ശേഷമാണ് വലിയ ഇളങ്കം അഥവാ ഇപ്പോൾ ദേവിയെ പൂജിക്കുന്ന ശ്രീകോവിൽ പണിയിച്ചത്. ചെറിയ ഇലങ്കം എന്നറിയപ്പെട്ടിരുന്ന രക്തചാമുണ്ഡി നടയും ചാമുണ്ഡി നടയും ശേഷം പണി തുടങ്ങിയതുമാണ്. അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. ചണ്ഡമുണ്ഡന്മാർ എന്ന് പേരുകേട്ട 2 രാക്ഷസന്മാർ ജനങ്ങൾക്കും ദേവന്മാർക്കും സഹിക്കാൻ വയ്യാത്ത ഉപദ്രവമായപ്പോൾ എല്ലാവരും കൂടി ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് രക്തചാമുണ്ഡിയെ സൃഷ്ടിച്ചു. രാക്ഷസന്മാരുടെ രക്തചാമുണ്ഡി ഏറ്റുമുട്ടി അവരെ നിഗ്രഹിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരിൽ നിന്നും ഒരു തുള്ളി രക്തം പൊടിഞ്ഞ് താഴെ വീണു. ചണ്ഡമുണ്ഡന്മാരെ പോലെ ഉള്ള 1000 പേർ ഉയർന്നെഴുന്നേറ്റ് വരുവാൻ തുടങ്ങി. അതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന വരം. രക്തം താഴെ വീഴാതെ ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ആലോചനയിലാണ് ചാമുണ്ഡിയെ സൃഷ്ടിച്ചത്. രക്തചാമുണ്ഡി വെട്ടി വീഴ്ത്തുന്ന രാക്ഷസന്മാരിൽ നിന്നും പുറത്തേക്ക് വരുന്ന രക്തത്തെ ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ ചാമുണ്ഡി കുടിച്ചു തീർത്തു. അങ്ങനെ അവരെ നിഗ്രഹിക്കാൻ കഴിഞ്ഞു. അവരുടെ ഓർമ്മയ്ക്കാണ് രക്തചാമുണ്ഡി നടയും ചാമുണ്ഡി നടയും പണി കഴിപ്പിച്ചത്. ഇതിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, സാക്ഷാൽ ദേവി തന്നെയാണ് 3 രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടതെന്നും സത്യം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിനുണ്ട് എന്നതും ഒരു പരമാർത്ഥമാണ്.
വളരെ കാലങ്ങൾക്ക് ശേഷം ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ചാമുണ്ഡി എന്നുള്ളത് ബാലചാമുണ്ഡി സങ്കല്പത്തിൽ പ്രതിഷ്ഠാകർമ്മവും പൂജയും തുടങ്ങുകയാണെങ്കിൽ ബാലന്മാർക്കുണ്ടാകുന്ന ദോഷങ്ങൾക്കും രോഗങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന്. ഇങ്ങനെ കണ്ട ശേഷമാണ് തന്ത്രിയും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് തീരുമാനമെടുക്കുകയും ബാലചാമുണ്ഡി സങ്കല്പത്തിൽ പ്രതിഷ്ഠയും പൂജയും നടത്തിവരുന്നത്. ദിനം പ്രതി രക്തചാമുണ്ഡി നടയിൽ എന്ന പോലെ ബാലചാമുണ്ഡി നടയിലും ഭക്തജന തിരക്കാണ്. നട തുറപ്പിക്കൽ എന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും ശത്രുതയും പകയും വെച്ച് പുലർത്തിയിരുന്നു. അതിന് തമ്മിൽ ഇരുകൂട്ടരും ക്ഷുദ്രപ്രയോഗവും ആവാഹനവും വശീകരണങ്ങളുമൊക്കെയായിരുന്നു പ്രതിവിധി. അതിൽ കേട്ടറിവുള്ള ചില സംഭവങ്ങൾ ഇവിടെ കുറിക്കാം. ശരിയെന്നും തെറ്റെന്നും അനുമാനിക്കാൻ കഴിയാതെ പലരും വിശ്വസിച്ചു വരുന്നു, ചിലരൊക്കെ നിരാകരിക്കുന്നുമുണ്ട്. ആനയറയിലെ ഒരു ക്ഷേത്ര പൂജാരി താമസിച്ചിരുന്ന മാധവപുരം എന്ന ഒരു സ്ഥലത്തായിരുന്നു. പൂജയ്ക്കായി തിരുമേനിയെ പല്ലക്കിൽ ചുമന്നാണ് കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും. ഈ പല്ലക്ക് പോകുമ്പോഴും വരുമ്പോഴും ക്ഷേത്ര പരിസരത്തും പൂജാരിയുടെ കുടുംബ വീടിൻ്റെ പരിസരത്തും അടുക്കുമ്പോൾ പല്ലക്ക് ചുമന്ന ആൾക്കാരെ കൊണ്ട് മൂളിക്കുക ഒരു പതിവായിരുന്നു. ഇത് ക്ഷേത്രത്തെയും കുടുംബത്തിൽ മൂത്തവരെയും പരിഹസിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. ഇത് പതിവായപ്പോൾ ഇവിടത്തെ കാരണവർ ഒരു ദിവസം പിച്ചാത്തിയെടുത്ത് അതിൽ ചില മന്ത്രങ്ങൾ ചൊല്ലി ആവാഹിച്ച് പല്ലക്ക് കടന്നുപോകുന്ന വഴിയിൽ കൊണ്ടുപോയി കുത്തി നിർത്തി പല്ലക്ക് വീട്ടിലെത്തി താഴെ ഇറക്കി നോക്കുമ്പോൾ അതിനകത്തിരുന്ന ആൾക്കാർക്ക് ജീവനുണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഈ സംഭവം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും കുടുംബത്തിനും പല രീതിയിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒന്നിച്ചു വരാൻ എന്താണ് കാരണം എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു. ഉടനെ ജ്യോത്സ്യനെ വരുത്തി പ്രശ്നം വയ്ക്കാൻ തീരുമാനിച്ചു. ജ്യോത്സ്യൻ പ്രശ്നം വെച്ചപ്പോൾ സംഗതി ഗുരുതരമാണ്. ദേവിയെ കുതിരത്തലയിൽ ആവാഹിച്ച് ക്ഷുദ്രം ചെയ്ത് വേളിമലയിൽ കാളമുക്കൽ പാറയ്ക്കടിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതായാണ് തെളിഞ്ഞത്. പ്രശ്നപരിഹാരത്തിനായി പലരെയും കണ്ടു. ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള മന്ത്രവാദികളോ ജ്യോത്സ്യരോ ചെയ്യുകയില്ലെന്നും ഇതിന് മലവേടന്മാരുടെ കൂട്ടത്തിൽ നല്ല വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നും അറിഞ്ഞു. അവരെ കൊണ്ടുവന്ന് അവർ പറയുന്നത് അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ പരിഹാര കർമ്മങ്ങൾ ചെയ്തിരിക്കുകയുള്ളൂ. അതിനുശേഷം മലവേടന്മാരുടെ പ്രധാനിയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. ഈ കർമ്മം ചെയ്താൽ അത് ചെയ്യുന്നയാൾ പിന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല. അതിനായി അയാളുടെ കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യണം. അതിന് മറുപടിയായിട്ട് എന്തു തന്നെയായാലും അവിടുന്ന് പറയുന്നത് പോലെ എല്ലാം ചെയ്തു കൊള്ളാം എന്ന് വാക്ക് കൊടുക്കുകയും അത് പ്രകാരം മലവേടന്മാർ എത്തി അവരുടെ ജ്യോത്സ്യൻ തന്നെ കവട് നിരത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. വേണ്ട രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കാളമുക്കൻ പാറയിൽ നിന്നും കുതിരത്തല പുറത്തെടുത്ത് നശിപ്പിച്ചു. ശേഷം ക്ഷേത്രത്തിൽ വന്ന് ഹോമവും പൂജയും യഥാവിധി ചെയ്തു. ദേവിയെ ചന്ദനത്തടിയിൽ ആവാഹിച്ച് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ സകല ദോഷങ്ങളും മാറ്റുകയും ആൾക്കാർക്കും കുടുംബത്തിനും ക്ഷേത്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയുമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ പിന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞതും സത്യമെന്ന് തെളിഞ്ഞു. പറഞ്ഞതെല്ലാം കൊടുത്തതുകൂടാതെ വേടന്മാർ മറ്റൊന്നുകൂടി ആവശ്യപ്പെട്ടു. ആ ആവശ്യം ഇതായിരുന്നു: അവരുടെ ദേവതയെ കൂടി ക്ഷേത്ര പരിസരത്ത് കുടിയിരുത്തണം. പൂജകളും കാര്യങ്ങളും ഭംഗിയാക്കി അക്കാലത്ത് ക്ഷേത്ര പരിസരം പൂഴിമണൽ കൊണ്ട് നിർമ്മിച്ച കശാലയ്ക്കകത്തായിരുന്നു. മലവേടന്മാരുടെ ദൈവത്തെ പ്രധാന ക്ഷേത്രാങ്കണത്തിൻ്റെ വെളിയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കുടിയിരുത്താം എന്ന് തീരുമാനമായി. അങ്ങനെയുണ്ടായതാണ് ആയിരവല്ലി ക്ഷേത്രം. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ പൂജയും ആയിരവല്ലിയിലും നടത്തിക്കൊള്ളാമെന്ന് അന്ന് വാക്കുകൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ മുടങ്ങാതെ ഇന്നും തുടരുന്നതുമാണ്. ആയിരവല്ലി എന്നാൽ മലവേടന്മാരുടെ ദൈവം എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ആ നടയിലെത്തി വണങ്ങാതെ മടങ്ങിപ്പോകാറില്ല. ദേവിയുടെ അംഗരക്ഷകരെന്ന് അറിയപ്പെടുന്ന അറുകൊലയെയും
മാടനെയും ക്ഷേത്രമതിൽപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 2 മാവിലായി ആവാഹിച്ചിരുത്തിയിരിക്കുന്നു. വലതുവശത്ത് ആദ്യം കാണുന്ന മാവിൽ മാടനെയും അതിന് കുറച്ചുകൂടെ കിഴക്കുമാറി അതേപോലെയുള്ള മറ്റൊരു മാവിൽ അറുകൊലയെയും സങ്കല്പിച്ച് പൂജ നടത്തി വരുന്നു. ഈ മാവുകളുടെ ആയുസ്സിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറെയാണ്. ഉദ്ദേശം 300 വർഷത്തിലധികം ഉണ്ടെന്നത് പറഞ്ഞറിവാണ്. 64 വർഷക്കാലം പൂജ നടത്തി വന്നിരുന്ന മടത്തുവീട്ടിൽ കാരണവരായ ശ്രീ ശിവരാമപിള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. അന്നും ഇന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ക്ഷേത്രത്തിലെ വിശേഷ പൂജകൾ, അടക്കിക്കൊട, തണ്ണീർക്കൊട തുടങ്ങിയ ദിവസങ്ങളിൽ ഈ മാവുകളുടെ ചുവട്ടിലും പടുക്കകളും പൂജകളും ചെയ്തിരുന്നു. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. മുൻപ് വലിയ ഇലങ്കത്തിൻ്റെ തെക്കുപടിഞ്ഞാറേ മൂലയിലായിരുന്നു ഗണപതിയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ച് പൂജിച്ചിരുന്നത്. അതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് 2 കോവിൽ കെട്ടി ഗണപതിയായിട്ടും ബാലഗണപതിയായിട്ടും 2 സ്ഥലത്ത് പൂജ നടത്തി വരുന്നു. അതുകൂടാതെ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയും ഭുവനേശ്വരി ദേവിയുടെയും യക്ഷിയമ്മയുടെയും പ്രതിഷ്ഠകൾ കൂടി സ്ഥാപിച്ച് പൂജകൾ നടത്തി വരുന്നുണ്ട്. വലിയ ഇലങ്കം പണികഴിപ്പിച്ച് ദേവിയെ അതിനകത്ത് കുടിയിരുത്തിയ ശേഷം കാരണവർക്കും കുടുംബത്തിനും വലിയ വീട്ടിൽ നിന്നും കാട്ടിലെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലെ വലിയ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷം. രാത്രി ഉറക്കത്തിൽ ആരോ വന്ന് വിളിച്ച് തട്ടി ഉണർത്താൻ തുടങ്ങി. വല്ലാത്ത ഒരു അശരീരി. ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ഗർജിക്ക് പോലെ. കണ്ണു തുറന്നു നോക്കിയാൽ നിശബ്ദത. ഇങ്ങനെ 2-3 ദിവസം തുടർച്ചയായി ഉപദ്രവം വന്നപ്പോൾ കാരണവർ താമസം മാറുക മാത്രമാണ് ഉപാധിയെന്ന് തീരുമാനിക്കുകയും കുടുംബസമേതം മാറിപ്പോവുകയുമാണ് ഉണ്ടായത്. ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ഇച്ഛ പോലെ എല്ലാം വന്നു ഭവിക്കുകയായിരുന്നു. ദേവിക്ക് ഹിതമല്ലാത്ത ഒന്നും അവിടെ പാടില്ല. പണ്ടുകാലത്ത് കൂട്ടുകുടുംബം ആയിരുന്നല്ലോ. അനിയനും ചേട്ടനും മക്കളുമൊക്കെ ആയിട്ട് ഏതാണ്ട് 30 അംഗങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് അവിടെയുള്ള ചെറുപ്പക്കാരും അയൽവാസികളും ഒത്തുകൂടി ഏതെങ്കിലും വീടിൻ്റെ നടയിൽ കഥകൾ പറഞ്ഞിരിക്കുക പതിവായിരുന്നു. രാത്രി 10 മണി കഴിയുമ്പോൾ എണീറ്റ് നിന്ന് ഏത് ദിശയിൽ നിന്നാണ് കഥകളിക്കൊട്ട് കേൾക്കുന്നതെന്ന് അറിയാൻ ചെവിവട്ടം പിടിക്കും. അന്നത്തെ കാലത്ത് കഥകളി അല്ലാതെ പറയത്തക്ക വിനോദങ്ങളൊന്നും രാത്രികാലങ്ങൾ ഉണ്ടായിരുന്നില്ല. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് കൊട്ട് കേൾക്കുന്നതെങ്കിൽ ശംഖുമുഖം ക്ഷേത്രത്തിലാണ് കഥകളി എന്ന് ഉറപ്പിക്കാം. സാധാരണ കേളികൊട്ട് കേൾക്കുന്ന സ്ഥലത്ത് പോയി കഥകളിയൊക്കെ കണ്ട് നേരം പുലരുന്നതിന് മുൻപ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതും ചെറുപ്പക്കാരുടെ ഇടയിൽ പതിവായിരുന്നു. കാരണം നേരം വെളുത്താൽ വീട്ടിലുള്ളവരോ വീട്ടുകാരനവരോ അറിയാൻ പാടില്ല. കഥകളി കാണാൻ പോയ വിവരം അറിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആരും അറിയാതെയുള്ള രാത്രി സഞ്ചാരം. ഇവർ യാത്ര പോകുന്നതും വരുന്നതും കുടുംബ വീട്ടുകളിൽ 4 പുറവും കെട്ടിയിരിക്കുന്ന കശാലയിൽ നായ്ക്കളും പൂച്ചകളും പോവുകയും വരികയും ചെയ്യുന്നതിന് ഉണ്ടായിരിക്കുന്ന ഊടുവഴികളിൽ കൂടിയാണ്. ഒരാളിന് വളരെ പ്രയാസപ്പെട്ടാലേ ആ ദ്വാരത്തിൽ കൂടി കടക്കാൻ സാധിക്കൂ. ഒരിക്കൽ ശംഖുമുഖം ക്ഷേത്രത്തിൽ കഥകളി കാണാൻ പോയ എല്ലാവരും തയ്യാറായി പോകേണ്ടതോ വിജനമായ കടപ്പുറം വഴി. വീടോ വൃക്ഷങ്ങളോ ഒന്നും തന്നെ അന്നത്തെ കാലത്ത് അവിടെ എങ്ങും ഇല്ലായിരുന്നു. കൂടാതെ കുറ്റവാളികളെ തൂക്കിലേറ്റുന്ന സ്ഥലത്തു കൂടിയാണ് പോകേണ്ടിയിരുന്നത്. അതായത് ഇന്നത്തെ ടൈറ്റാനിയം ഫാക്ടറിക്ക് തെക്ക് വശത്തായിട്ട് വരും. മഹാരാജാവ് ശിക്ഷ വിധിക്കുന്ന പ്രതിയെ ഈ ഭാഗത്ത് കൊണ്ടുവന്നാണ് തൂക്കിലേറ്റുന്നത്. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുക്കാലി കുറ്റക്കാരെ കൊണ്ടുവന്ന് അതിൻ്റെ മധ്യത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കയറിൽ കുരുക്കിയാണ് ശിക്ഷ നടപ്പാക്കിയിരുന്നത്. എല്ലാം കഴിഞ്ഞാൽ അതിനായുള്ള സാമഗ്രികളും അവർ തന്നെ കൊണ്ടുപോകുന്നതാണ് പതിവ്. ശംഖുമുഖം ക്ഷേത്രത്തിൽ കഥകളി കാണാൻ അന്നും ഈ പ്രദേശത്ത് കൂടിയാണ് പോയത്. ക്ഷേത്രത്തിൽ ചെന്ന് കഥകളി കാണാൻ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കളി അത്ര നന്നായി തോന്നാത്തത് കാരണം അവർ മടങ്ങാൻ തീരുമാനിച്ചു. അന്ന് നല്ല പാർട്ടിക്കാരുടെ കഥകളി അല്ലായിരുന്നു. 6 പേരാണ് കഥകളി കാണാൻ പുറപ്പെട്ടത്. അവർ നടന്ന് കുറച്ചു ദൂരം വന്നപ്പോൾ പുറകിൽ ഒരു തീപ്പന്തത്തിൻ്റെ പ്രകാശം കാണുകയുണ്ടായി. വീടോ ആളോ ആരും തന്നെ ഇല്ലാത്ത ഈ കടപ്പുറത്ത് തീപ്പന്തം എങ്ങനെ വന്നു? എന്നാൽ അതെന്താണെന്ന് അറിയണമല്ലോ. 6 പേരും കൂടി തിരിച്ചു നടന്നു.
പന്തം കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ നിന്നാണോ തിരികെ നടന്നത്, ആ സ്ഥലത്ത് മറ്റൊരു തീപ്പന്തം കാണുന്നു. ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇരുവശത്തേക്കും ഓടി നടന്നെങ്കിലും ഫലം കാണാതെ ഭയത്തോടെ കശാലയുടെ അടുത്തെത്തി ഓരോരുത്തരായി നുഴഞ്ഞ് അകത്ത് കയറാൻ തുടങ്ങി. അവസാനത്തെ ആൾ കശാലയിൽ നുഴഞ്ഞ് പകുതിയായപ്പോൾ അയ്യോ, എന്നെ ആരോ കാൽ പിടിച്ച് വലിക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞു. അകത്ത് കയറിയവർ തിരികെ വന്ന് ദൂരത്തിൽ അകപ്പെട്ട ആളിൻ്റെ കൈയും തലയും പിടിച്ച് അകത്തോട്ട് ശക്തിയായി വലിച്ചു കയറ്റാൻ നോക്കി. ആരോ പുറത്തോട്ട് വലിക്കും പോലെ ആയാസപ്പെടുന്നു. അകത്ത് നിന്നവർ എല്ലാവരും കൂടി ആളിനെ വലിച്ച് അകത്തിട്ടു. അകത്ത് വീണയാൾ അവശനും മനുഷ്യർ കടുക്കാൻ വയ്യാത്ത രീതിയിൽ അഴുകിയ പ്രേതത്തിൻ്റെ രൂപവും നാറ്റവും. പിറ്റേ ദിവസം തന്നെ ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. പണ്ടുകാലത്ത് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ വൈദ്യനെ കാണിക്കുന്നതിന് പകരം ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിക്കുകയാണ് പതിവ്. ജോത്സ്യൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും വൈദ്യനെ കാണിക്കുന്നത്. പ്രശ്നത്തെ തെളിഞ്ഞത് കഴുകുടയൻ എന്ന പ്രേതം പിടിച്ചതാണ്. ഇതിനെ ഇനി ചികിത്സിച്ച് വലിയ കാര്യമില്ല. അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ മരണം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കുടിയിരുത്തിയതാണ് കാട്ടിലെ വീട്ടിലെ തെക്കത്. അവിടെയാണ് അഹോരാത്രം രാമായണ പാരായണവും പൂജയുമൊക്കെ നടത്തി വരുന്നത്. നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് കാവിൻകുളങ്ങര ക്ഷേത്രത്തെപ്പറ്റിയും ഇതിൽ പ്രതിപാദിക്കുന്നത്. അതും ഇതുപോലെ ഒരു പുരാതനമായ ക്ഷേത്രമാണ്. പഴയകാലത്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാലോ കയ്യിൽ നിന്നും എന്തെങ്കിലും കൈമോശം വന്നാലോ വീട്ടുകാർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാവിൻകുളങ്ങര ഭഗവതി, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണേ, ഞാൻ വഴിപാട് കഴിച്ചോളാമേ, പ്രാർത്ഥിക്കും. അതുപോലെ എന്നിൽ നിന്നും കൈമോശം വന്ന് തിരികെ കിട്ടുകയാണെങ്കിൽ ഞാൻ പായസ നിവേദ്യം കഴിപ്പിക്കാമേ എന്നൊക്കെ നേരുന്നു. അത്രമാത്രം ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ഒരു ക്ഷേത്രമായിരുന്നു കാവിൻകുളങ്ങര. ഈ ക്ഷേത്രത്തിന് തെക്ക് വശത്തായിട്ടൊരു പഴയ നായർ തറവാടാണ്. ഈ തറവാട്ടിൽ ഒരു പ്രശ്നം വെച്ചപ്പോൾ വീടിൻ്റെ പരിസരത്ത് നിധി ഇരിപ്പുണ്ടെന്നും വീടിന് ചുറ്റും പണിതിരിക്കുന്ന കശാലയ്ക്കകത്ത് ആണെന്നും തെളിഞ്ഞു. അത് കൈക്കലാക്കുന്നതിനും പൂജയും ഒരു നരബലിയും നടത്തണമെന്നും കണ്ടു. അതിലേക്ക് വേണ്ടി പുതിയ ആലോചനയും ശ്രമവും തുടങ്ങി. നരബലിക്ക് കണ്ടുപിടിച്ചത് ചുപ്പൻ എന്ന് വിളിക്കുന്ന ആളെയായിരുന്നു. അദ്ദേഹമാണെങ്കിൽ നാടോ വീടോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും തന്നെ ഇല്ലാത്ത ഒരു അനാഥൻ. സാമാന്യം പൊക്കവും ആരോഗ്യവുമുള്ള ഒരു മനുഷ്യൻ. തല മാത്രം ഒരു വശത്തേക്ക് തിരിഞ്ഞേയിരിക്കുകയുള്ളൂ. എന്ത് ജോലി പറഞ്ഞാലും അതനുസരിക്കും. ആൾക്ക് പ്രതിഫലമായിട്ട് ആഹാരം കൊടുക്കണം. ആഹാരത്തിലും ഒരു പ്രത്യേകതയുണ്ട്. കഞ്ഞി ആയാലും ചോറായാലും അത് കൊടുക്കുന്ന ആൾ കഴിഞ്ഞു എന്ന് പറയുന്നത് വരെ കഴിക്കും. അദ്ദേഹത്തിന് ആഹാരം കൊടുത്ത് അത്രയും കാലത്തിനകത്തും മതി എന്ന് മാത്രം പറഞ്ഞിട്ടില്ല എന്നാണ് അറിവ്. ആ മനുഷ്യനെയാണ് തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. ഇനി വേണ്ടത് മന്ത്രവാദിയും ഒരു മഷിനോട്ടക്കാരനും. നിധി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കുഴി എടുക്കുന്നതിന് ജോലിക്കാരൻ തയ്യാറായി കഴിഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ മന്ത്രവാദി വിളക്കും തെളിച്ചു അതിന് അടുത്ത് മഷിനോട്ടക്കാരനും ഇരുന്നു. വിളക്കിനു മുമ്പിൽ ഒരു ചെറിയ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മന്ത്രവാദി കുഴിവെട്ടുകാരോട് പണി തുടങ്ങാം, ഇത് ഏതാണ്ട് 4 മണിവരെ തുടരും. പിറ്റേ ദിവസവും തലേനാളിലെ ക്രിയ തന്നെ തുടർന്നു. ഈ സംഭവം ആരും തന്നെ അറിയാൻ പാടില്ലാത്തതിനാൽ വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. രാത്രി 12 മണി മുതൽ വെളുപ്പിന് 4 മണിവരെ 3 ദിവസം കഴിഞ്ഞിട്ട് നിധി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4-ാം ദിവസം പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഷിനോട്ടക്കാരൻ കാവിൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. ഇതേ സമയം കയ്യിൽ ചരട് ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദി ചോദിച്ചു, എവിടെ എത്തി? മതിൽ കടന്നു നേരെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. നമ്മളിരിക്കുന്ന കശാലയ്ക്ക് അടുത്തെത്തി എന്ന് പറയുന്നതും കയ്യിൽ ഇരുന്ന നൂലിൽ ഒരു കെട്ടിടുന്നത് ഒപ്പം തന്നെ മഷിനോട്ടക്കാരൻ പറഞ്ഞു. ചരടിൽ കുരുങ്ങി. അടുത്ത് 2 സ്ത്രീകൾ അതേപോലെ ഇറങ്ങി വരുന്നു. അതുപോലെ കശാലയ്ക്കടുത്ത് എത്തിയെന്ന് പറയുമ്പോൾ ചരടിൽ കെട്ടിടുകയും അവരും കുരുങ്ങിയെന്നറിയിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ 10ആയി 100ആയി 1000 പേർ ഇറങ്ങി വരുന്നുണ്ട്. എല്ലാം പഴയതുപോലെ കശാലയ്ക്കടുത്തെത്തിയെന്ന് പറയുന്നത് മന്ത്രവാദി ചരടിൽ കെട്ടിടുന്നത് ഒപ്പം.
വീണ്ടും മന്ത്രവാദി ചോദിക്കുന്നു, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അത് കോവിലിനകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വടക്കോട്ട് പോകുന്നുണ്ട്. അടുത്തത് പറയുന്നത് പോകുന്ന വഴിയിലുള്ള പുരയിടത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ പേരുകളാണ്. കാട്ടിലെ വീട് കഴിഞ്ഞു, അവിടെ നിന്നും വടക്കോട്ട് തോട്ടുംപുറവും കഴിഞ്ഞു. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്ന് തലയടിച്ച് കരയുകയാണ്. എന്നിട്ട് ക്ഷേത്രത്തിനകത്തു നിന്നൊരു സ്ത്രീ അതാ ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. കാട്ടിലെ വീട് കഴിഞ്ഞു എന്ന് പറയുന്നതും അയ്യോ എൻ്റെ മഷി കലങ്ങിപ്പോയി, ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് തീരും മുമ്പേ അടിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മന്ത്രവാദി മാത്രം അതേ ഇരിപ്പിൽ ഇരിക്കുന്നുണ്ട്. കാരണം സ്വയം മന്ത്രം കൊണ്ട് കെട്ടിയ ശേഷമാണ് മന്ത്രവാദം തുടങ്ങുന്നത്. അതാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളതായ മഷിനോട്ടക്കാരനും ഭൂമി കുഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതെല്ലാം നോക്കി നിന്നായ വീട്ടുകാരും എല്ലാം തന്നെ കശാലയുടെയും കൈതയുടെയും ചുവട്ടിൽ ബോധമില്ലാതെ കിടക്കുന്നു. 3 ദിവസമായിട്ട് വെട്ടിയുണ്ടാക്കിയ കുഴി ഒരു മൺവെട്ടിപ്പാട് പോലുമില്ലാതെ നിരപ്പായിട്ട് കിടന്നിരുന്നു. ഇതോടെ ആ സംഭവം ഉപേക്ഷിക്കുകയും ചുപ്പൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇതുപോലെ ദേവിയും ക്ഷേത്രവും പൂജാരിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കഥകൾ അനവധിയുണ്ട്. ഇതിൽ ചിലതുകൂടി ഇവിടെ കുറിക്കാം. തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനപ്പുറത്തുള്ള കല്ലാർ എന്ന സ്ഥലത്ത് നിന്നും ഭാര്യയും ഭർത്താവും കൂടി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് നമസ്കരിച്ച ശേഷം പൂജാരി പ്രസാദം കൊടുത്ത് അത് വാങ്ങിയ ശേഷം ഭർത്താവ് പറഞ്ഞു, ഈ ക്ഷേത്രത്തെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പൂജാരി കാര്യം തിരക്കി. എൻ്റെ ഭാര്യ 4 പ്രാവശ്യം ഗർഭിണിയായി. ഓരോ പ്രാവശ്യവും 7 മാസം കഴിഞ്ഞ് 8-ാം മാസം തികയുന്നതിന് മുൻപേ കുഞ്ഞ് നഷ്ടപ്പെടുകയാണ് പതിവ്. ഇതറിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു വിശ്വാസിയായ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോയി പൂജാരിയെ കണ്ട് കാര്യം പറയുക. എല്ലാം കേട്ടിട്ട് പൂജാരി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. ആ കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായി ഇരിക്കുമ്പോൾ അകാലമൃത്യു സംഭവിച്ചിട്ടുണ്ടെന്നും അവരുടെ ഉപദ്രവമാണ് ഈ കുഞ്ഞുങ്ങൾ എല്ലാം ഗർഭത്തിൽ തന്നെ അലസാൻ ഇടയാകുന്നതെന്നും പരിഹാരമായിട്ട് വീട്ടിൽ വെച്ച് പൂജയും തറരക്ഷയും കഴിക്കണമെന്നും അതിനുശേഷം ഉപദ്രവം ഉണ്ടാകുമോ എന്ന് നോക്കാമെന്നും കർമ്മത്തിന് ആവശ്യമുള്ളതെല്ലാം എഴുതി വാങ്ങി അവർ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാം ശരിയാക്കിയ ശേഷം വന്നു. പൂജാരിയെയും പരിചാരകരായ 2 പേരെയും കൂട്ടി കല്ലാറിലുള്ള അയാളുടെ വീട്ടിൽ ചെന്നു. അന്നാൾ അവിടത്തെ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസമായിരുന്നു. ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് തുള്ളിയ നേരം പൂജാരി ഇരിക്കുന്ന വീടിൻ്റെ മുന്നിൽ വന്ന് നിലവിളിയും കരച്ചിലും. ആകെ ബഹളമായി. അമ്മ എന്നെ ഒളിച്ചു, എന്നെ കാണാൻ അമ്മ വന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നിലവിളിച്ചത്. ഉടൻ തന്നെ പൂജാരി എണീറ്റ് അടുത്ത് വന്ന് സമാധാനപ്പെടുത്തി. വെളിച്ചപ്പാടിനെയും വാദ്യമേളക്കാരെയും കൂടെ വന്ന ജനക്കൂട്ടത്തെയും പറഞ്ഞയച്ച ശേഷം വീട്ടിൽ പൂജയും തറരക്ഷയും ചെയ്ത് തിരികെ പോരുന്നു. കാലങ്ങൾക്ക് ശേഷം അവർക്ക് 2 കുട്ടികളുണ്ടായി. എല്ലാ മാസവും ഭാര്യയെയും കുട്ടികളെയും കൂട്ടി അവരുടെ കാലം വരെ ക്ഷേത്രത്തിൽ വരുന്നത് പതിവാക്കിയെന്നും ബന്ധപ്പെട്ടവർ ഇപ്പോഴും ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിശ്വസനീയമായ മറ്റൊരു സംഭവത്തിന് ചുരുൾ നിവർക്കുന്നു. കുഴിവിള എന്ന സ്ഥലത്ത് ആയിരപ്പറ എന്നൊരു പ്രശസ്തമായ കുടുംബം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കൂട്ടുകുടുംബമായിരുന്നല്ലോ. ഒരു വീട്ടിൽ കുറഞ്ഞത് 20 പേരിൽ കുറയാതെ അംഗങ്ങൾ കാണും. അതുപോലെ ഇവിടെയും 22 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം പ്രഭാതമായപ്പോൾ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും തുള്ളി അലറി വിഭ്രാന്തി കാട്ടാൻ തുടങ്ങി. ഉടനെ തന്നെ ജോത്സ്യനെ വരുത്തി പ്രശ്നം വെപ്പിച്ചു. പ്രശ്നത്തെ തെളിഞ്ഞത് കുടുംബത്തെ പ്രേത പിശാചുക്കൾ ബാധിച്ചിരിക്കുകയാണ്. അതിന് പരിഹാരമായി മന്ത്രവാദിയെ വരുത്തി പൂജയും തറരക്ഷയുമൊക്കെ ചെയ്തു. 2 ദിവസത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. വീണ്ടും ബാധ ഉപദ്രവം. 5ഉം 6ഉം മന്ത്രവാദിമാരെ വരുത്തി ദിവസങ്ങളോളം പൂജയും രക്ഷയും ചെയ്തിട്ടും ഒരു ഫലവും കണ്ടില്ല. മാത്രമല്ല വലിയ പണക്കാരായിരുന്ന ആൾക്കാർക്ക് കൈവശമുണ്ടായിരുന്ന നിലവും പുരയിടവും മറ്റു സ്വത്തുക്കളുടെ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തേണ്ടതായും വന്നു. പ്രതിവിധിക്കായി വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പരിചയക്കാരൻ ചില ഉപാധികൾ പറഞ്ഞു. നിങ്ങൾ കരിക്കകം ദേവീക്ഷേത്രത്തിൽ പോകണം, അമ്മയുടെ സഹായം ഉണ്ടാകും. മനംതൊന്ന് പ്രാർത്ഥിച്ചാൽ ഫലം നിശ്ചയമാണ്. അതുപ്രകാരം അവരിൽ വേണ്ടപ്പെട്ട 3-4 പേർ ചേർന്ന് പൂജാരിയെ കണ്ടു കാര്യങ്ങളെല്ലാം വിശദമാക്കി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പൂജാരി ചോദിച്ചു, വീട്ടിൽ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 22.
ഞാൻ 23 ചരട് ജപിച്ചു തരും. അസുഖമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ചരട് കയ്യിൽ കെട്ടുകയും മുൻവശത്തെ വാതിലിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ചരട് കെട്ടുകയും വേണം. എന്നിട്ട് പറഞ്ഞ് 14 ദിവസം വരെ അനർത്ഥവും ഉണ്ടാകില്ല. എന്നിട്ടിവിടെ വരിക. ജപിച്ചു കൊടുത്തയച്ച ചരട് പൂജാരി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. 14 ദിവസത്തേക്ക് യാതൊരു അനർത്ഥവും ഉണ്ടായില്ല. അവിടം ശാന്തമായിരുന്നു. ഇനി എല്ലാവർക്കും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് വീട്ടുകാരനവിടെ ആജ്ഞപ്രകാരം കുടുംബത്തിലുള്ളവർ മുഴുവനും സന്നിധിയിലേക്ക് പോകുവാൻ തീർച്ചയാക്കി. അടുത്ത ദിവസം തന്നെ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുക്കളും കുറേ നാട്ടുകാരുമായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഇത് ഒരു സാധാരണ സംഭവമായിരുന്നില്ല. വീട്ടുകാരെയും നാട്ടുകാരെയും കുറച്ച് നാളായിട്ട് പിടിച്ചുലച്ച കാര്യമാണ്. ഇവരുടെയെല്ലാം നല്ല രീതിയിലുള്ള സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിൽ പലരും ജീവനോടെ ഉണ്ടാകാൻ കാരണം. തുള്ളൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി താഴേക്ക് ചാടാൻ ശ്രമിക്കുക, കിണറ്റിൽ ചാടാനും തീ വാരി ദേഹത്തിടാനുമൊക്കെയാണ് പലരുടെയും പരാക്രമങ്ങൾ. ഈ അവസരത്തിലെല്ലാം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവരൊക്കെ രക്ഷപ്പെട്ടതും എന്നതാണ് സത്യം. ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ഇതിൽ പലരും പഴയ രീതികൾ ആവർത്തിച്ചു. ക്ഷേത്ര പരിസരത്തുള്ള തോട്ടുപുറം എന്ന വീടിൻ്റെ മുൻപിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുളത്തിൽ ചിലർ ചാടുകയും അവിടെ നിന്നെല്ലാം ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പിടിച്ചു കയറ്റി ക്ഷേത്രനടയിൽ കൊണ്ടെത്തിച്ചു. ക്ഷേത്രപൂജാരി ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ ആരാണ്? ഞാൻ പണ്ട് തൂങ്ങിച്ചത്ത ആളിൻ്റെ പ്രേതമാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. ചാടിച്ചത്തതും വെള്ളത്തിൽ വീണ് മരിച്ചതും ഇങ്ങനെ അകാല മൃത്യു വരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അതിൽ 3 സ്ത്രീകൾ മാത്രം ഒന്നും പറഞ്ഞില്ല. പൂജാരി നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ തുള്ളൽ മതിയാക്കി സാധാരണ രീതിയിൽ ഇരിക്കും. 3 പേരും 3-4 പ്രാവശ്യം ഇതേ രീതി തുടർന്നപ്പോൾ ഇതിൽ എന്ത് വേണമെന്നും എനിക്കറിയാം എന്ന് പൂജാരിയും അടുത്ത ചൊവ്വാഴ്ച എല്ലാവരും ഇവിടെ വരിക, അന്ന് പൂജ നടത്തി എല്ലാവരുടെയും ബാധ ഞാൻ ഒഴിപ്പിച്ചു തരാം എന്ന് വാക്കുകൊടുത്ത് പറഞ്ഞയച്ചു. അതേപോലെ ചൊവ്വാഴ്ച ആയപ്പോൾ എല്ലാവരും വന്നു പൂജ നടത്തി ഓരോരുത്തരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. ഇനി മേലാൽ ഈ ശരീരത്തിലോ വേറെ ശരീരത്തിലോ കയറി ആരെയും ഉപദ്രവിക്കുകയില്ല, ഇത് സത്യം എന്ന് പറയിപ്പിച്ച് ഒഴിപ്പിച്ചു വിട്ടു. എന്നാൽ ഒന്നും പറയാതെയും പിടികൊടുക്കാതെയും ഇരുന്ന 3 സ്ത്രീകളുടെ ദേഹത്തുള്ള പ്രേതത്തെ തടിയിൽ ഉണ്ടാക്കി ആൾ രൂപത്തിൽ ആവാഹിച്ചു. ആണിയടിച്ചു കാവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുളത്തിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ആ കുടുംബത്തിൽ ഒരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതിന് പ്രതിഫലമായിട്ടാണ് ആ കാലത്ത് ക്ഷേത്രത്തിൻ്റെ 4 വശവും ഉണ്ടായിരുന്ന മൺ കശാലയുടെ മുൻഭാഗം മാത്രം അഴിച്ചു പണിഞ്ഞു കൊടുത്തത്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കൊട്ടിയമ്പലവും അതിന് തെക്കേ ഭാഗത്തായി രക്തചാമുണ്ടി നടക്കി നേരെ 1 അടി നീളത്തിലും വീതിയിലുമുള്ള ഒരു കിളിവാതിലും ഉണ്ടാക്കി. അതിൻ്റെ കാരണം മറ്റൊന്നാണ്. ആ കാലത്ത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിരുന്നില്ല. അതിനാൽ ക്ഷേത്രത്തിനകത്ത് കിടന്ന് സത്യം ചെയ്യാൻ കഴിയാത്തവർക്കായി ഉണ്ടാക്കിയതായിരുന്നു മതിലിലെ കിളിവാതിൽ. കാലങ്ങൾക്ക് ശേഷമാണ് ബാക്കി 3 വശവും ഉള്ള കശാല പുതുക്കി മതിലുകൾ പണികഴിപ്പിച്ചത്. കരിക്കകത്തമ്മ ഒരു ചെറിയ പിഴവ് പോലും സഹിക്കുകയില്ല. ഒന്നും നിസ്സാരമായിട്ട് തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഇനി താഴെ പറയുന്നത്. ക്ഷേത്ര ഉത്സവത്തിന് പണ്ടുകാലത്ത് പറഞ്ഞിരുന്നത് ഇലങ്കത്തിൽ കൊട നിശ്ചയിച്ചു എന്നാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ അടക്കി കൊട മഹോത്സവം നിശ്ചയിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഉത്സവം നടത്തുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതിന് കുടുംബാംഗങ്ങൾ എവിടെയാണോ അവരുടെ വീടുകളിൽ ആളെ അയച്ച് വിവരം പറയുകയും കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഒത്തുകൂടുകയും പതിവായിരുന്നു. ഇതിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കും. ഓരോ കുടുംബത്തിൽ നിന്നും പിരിക്കുന്ന കണക്കെടുക്കും. ഒരു വീട്ടിൽ നിന്നും 10 രൂപയും 2 ഇടങ്ങഴി നെല്ലും 2 നാളികേരവും വെച്ച് പിരിച്ചെടുത്താൽ അകത്തേക്കുള്ള ചിലവിനും പുറത്തെ പരിപാടികൾക്കും മതിയാകും. ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വീട്ടുകാരും ഒരുപോലെ കൊടുക്കണം. അതാണ് അന്നത്തെ രീതി. ഇപ്പോഴത്തെ ചില ക്ഷേത്ര പിരിവുകാരെ പോലെ കിട്ടുന്നത് പോലെ വാങ്ങാം എന്നല്ലായിരുന്നു. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിച്ചാൽ അതിലേക്ക് പിരിവിനായി ആരെയും നിയമിക്കുകയോ പിരിവ് നടത്തുകയോ ചെയ്യുന്ന പതിവ് വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ നിർത്തിവെച്ചു. പിന്നെ ആരെങ്കിലും കൊണ്ടുവരുന്ന സംഭാവന സ്വീകരിക്കുകയും അവർക്ക് രസീത് കൊടുക്കുകയുമാണ് ഇപ്പോഴത്തെ പതിവ്. പണ്ടുകാലത്ത് ഓരോ വീട്ടുകാരിൽ നിന്നും നിശ്ചയിച്ചതെല്ലാം ശേഖരിക്കുന്നതിന് ചെറുപ്പക്കാരായിട്ടുള്ളവരെ നിയോഗിക്കും. അതിൻ പ്രകാരം വരി പിരിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്.
അന്നത്തെ 10 രൂപ എന്നത് ഇന്നത്തെ ആയിരങ്ങൾ ആണ് വിലമതിക്കുന്നതെന്നും അറിയണം. ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന ഒരാൾ അകലെ താമസിക്കുന്ന ആളിൽ നിന്നും വരി പിരിച്ച് സ്വന്തം പേരിൽ കോവിലിൽ കൊടുക്കുകയുണ്ടായി. ഉത്സവം കഴിഞ്ഞ് 2-3 നാൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് വടക്കുവശം താമസിക്കുന്ന ഇദ്ദേഹത്തിന് വയറുവേദന അനുഭവപ്പെട്ടു. അതിന് മരുന്ന് വാങ്ങാൻ ക്ഷേത്രത്തിന് തെക്ക് വശത്തുള്ള കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. രാത്രിയായതിനാൽ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് തെളിച്ച് ക്ഷേത്രനടയിൽ നിന്നും തൊഴുത് പെട്ടെന്ന് കൊട്ടിയമ്പലത്തിൽ ഒരാൾ നിൽക്കുന്നതായി കണ്ട് ടോർച്ച് തെളിച്ചപ്പോഴേക്കും ആൾ അകത്തേക്ക് നീങ്ങുന്നതായി തോന്നി. ആരോ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടത്താനായിരിക്കും എന്നുള്ള ധാരണയിൽ കൊട്ടിയമ്പലത്തിനടുത്തേക്ക് ചെന്ന് അകത്തോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ആകാശവും ഭൂമിയും തൊടാതെ അത്രത്തോളം വലുപ്പത്തിൽ നിൽക്കുന്നു. അയ്യോ എന്ന് വിളിച്ച് ഭയന്നിട്ട് രോഗി താഴെ വീണു. സുഖമില്ലാതെ മരുന്ന് വാങ്ങാൻ പോയ ആൾ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചെന്ന വീട്ടുകാർ കാണുന്നത് എന്തൊക്കെയോ വിളമ്പിക്കൊണ്ട് ക്ഷേത്രനടയിൽ കിടക്കുന്നതായാണ്. വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയ ആൾക്ക് ഇപ്പോൾ പനിയും വിറയലും കൂടിയായല്ലോ, കഷ്ടം തന്നെ. പിറ്റേ ദിവസം തന്നെ ജോൾസിനെ വരുത്തി കബഡി നിരത്തി നോക്കിച്ചു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. വരിയായിട്ട് വാങ്ങിയ പണത്തിൻ്റെ കാര്യവും അത് സ്വന്തം വരിയായിട്ട് കൊടുത്തതും എല്ലാം തന്നെ. അതിന് പ്രായച്ചിത്തമായിട്ട് വരിയുടെ ഇരട്ടി കൊടുക്കാമെന്നും പിഴയും മൂളിയതിന് ശേഷമാണ് രോഗശമനവും സമാധാനവും ഉണ്ടായത്. ഇതിൽ നിന്നെല്ലാം ദേവി സത്യത്തിന് എന്തുമാത്രം വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും ഇതുപോലെ എത്രയോ കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത ഒരു എപ്പിസോഡായി കേൾക്കാൻ, കാരണം ഇതൊരു വലിയ എപ്പിസോഡായിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയ ആൾക്ക് ഇപ്പോൾ പനിയും വിറയലും കൂടിയായല്ലോ, കഷ്ടം തന്നെ. പിറ്റേ ദിവസം തന്നെ ജോൾസിനെ വരുത്തി കബഡി നിരത്തി നോക്കിച്ചു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. വരിയായിട്ട് വാങ്ങിയ പണത്തിൻ്റെ കാര്യവും അത് സ്വന്തം വരിയായിട്ട് കൊടുത്തതും എല്ലാം തന്നെ. അതിന് പ്രായച്ചിത്തമായിട്ട് വരിയുടെ ഇരട്ടി കൊടുക്കാമെന്നും പിഴയും മൂളിയതിന് ശേഷമാണ് രോഗശമനവും സമാധാനവും ഉണ്ടായത്. ഇതിൽ നിന്നെല്ലാം ദേവി സത്യത്തിന് എന്തുമാത്രം വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും ഇതുപോലെ എത്രയോ കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത ഒരു എപ്പിസോഡായി കേൾക്കാൻ, കാരണം
ഇതൊരു വലിയ എപ്പിസോഡായിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.